കുട്ടികളുടെ ട്രോമ ഇൻ ഏർലി സ്റ്റേജസ് തന്നെ പേരൻസിന് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിൽ പാരൻസിന് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരൻസിന് അതിൻ്റെതായ ഒരു ഇൻസൈറ്റ് വേണം. അവർക്ക് ഇന്നതാണ്, അവർക്കൊരു അവയർനെസ് വേണം, തിരിച്ചറിവ് വേണം. അതാണ് ബേസിക്കായിട്ട്. അതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി ആൾക്കാർ പാരൻസ് അങ്ങനെ വന്ന് പറയാറുണ്ടല്ലോ, ഒരു ഗിൽട്ട് അവർക്ക് വരാം. ചിലപ്പോൾ പെട്ടെന്നൊരു മൊമെന്ററി ഫ്ലാഷിൽ അവർ ചിലപ്പോൾ ചീത്ത പറഞ്ഞു കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തല്ലുകൊടുത്ത് കാണും, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് തന്നെ അവർക്ക് അയ്യോ തല്ലണ്ടായിരുന്നല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അത് ഡീൽ ചെയ്യാമായിരുന്നോ എന്ന് എത്രയോ ആൾക്കാർ പ്രതിദിനം പറയാറുണ്ട്. അയ്യോ ഞാൻ ലാഷ് ഔട്ട് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടു പോയി, അത് വേണ്ടായിരുന്നു, ഒന്ന് ഐ കുഡ് ഹാവ് ഡെൽറ്റ് വിത്ത് ദിസ് ബെറ്റർ. പക്ഷെ അന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അത് അങ്ങനെ മനസ്സിൽ തന്നെ വെച്ച് നടക്കുന്നവരുണ്ട്. ചില ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പോയിട്ട് കുട്ടിയോട് പറയും, റീസൺ ചെയ്തു കൊടുക്കും, ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് നല്ലതാണ്. കാരണം കുട്ടിക്കും മനസ്സിലാവും, ഓക്കെ അമ്മയ്ക്കും ഈ എമോഷൻസ് ഒക്കെ ഉണ്ട്, അമ്മ ക്യാൻ ഓൾസോ ഗെറ്റ് ടയേർഡ്, അല്ലെങ്കിൽ അമ്മയ്ക്കും ആ ഒരു ഫെറ്റീഗും ഇതെല്ലാം വരാം, ഇത് നോർമൽ ആണെന്നുള്ളത് കുട്ടിക്കും മനസ്സിലാവും. അതും നല്ലതാണ് ആക്ച്വലി. അതെ. ശരിക്കും എല്ലാ ട്രോമാസും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണെന്നറിയോ, ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും എഗെയിൻ അത് റോസി അല്ല. നമ്മൾ എല്ലാവരോടും പറയുന്ന, നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് വെച്ച കാര്യങ്ങളും നമ്മൾ ഒത്തിരി എവിടെയും നമുക്കൊരു ഔട്ട്ലെറ്റ് കിട്ടാതെയും എല്ലാം അകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത് ഹീലിങ്ങിൽ. അത് ഒരിക്കലും എളുപ്പവുമല്ല, അത് എന്താ പറയുക ഈസിയും അതുപോലെ ഭംഗിയുള്ള കാര്യമല്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കൊരു നല്ലൊരു തെറാപ്പിസ്റ്റ് ഉണ്ട്, നമുക്കൊരു റാപ്പ് ഉണ്ട് ആ ഓപ്പോസിറ്റുള്ള ആളായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് വളർന്നു വരാൻ പറ്റും, ഗ്രോ ചെയ്ത് വരാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ട്രോമ റെസ്പോൺസസ് പറഞ്ഞ സാധനങ്ങൾ ഇപ്പം വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ അബ്യൂസ് എന്ന് പറഞ്ഞ ഒരു സാധനം കുഞ്ഞുനാളില് ഉണ്ടാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പം എന്തെങ്കിലും അതേ സിമിലർ സിറ്റുവേഷൻ, ഇവന്റ്, പേഴ്സൺ, ഈവൻ സ്മെൽ, ടോൺ, എന്ത് വേണമെങ്കിലും അവർക്ക് റെസ്പോൺസ് ആയിട്ട് വരാം. അപ്പോൾ ചിലപ്പം ഹീൽ ആയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചവർ പോയെന്ന് വരാം, ആ പാറ്റേൺസ് വരാം, ട്രിഗർ വരാം. അപ്പം നമുക്കിപ്പോൾ അതാ ഞാൻ പറയാം, നമ്മുടെ കൂടെ നമ്മൾ ആരുടെ കൂടെയാണോ പോകുന്നത്, ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരാളുടെ അടുത്തൊരു ഒന്ന് സംസാരിച്ചാലോ, അത് ഒരു തെറാപ്പിസ്റ്റ് തന്നെ ആവണമെന്നില്ല, അത്യാവശ്യം തിരിച്ചറിവും ഒരു ഇച്ചിരി നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായാലും മതി. ബേസിക് സാധനം അതാണല്ലോ, ഒരാൾക്ക് ഒരു സ്പേസ് കിട്ടുക എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബെറ്റർ ആവും. പക്ഷെ നമ്മൾ ഉടനെ തന്നെ പോയിട്ട് ഒരു മാജിക് പോലെ ഇത് ശരിയാവുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഗ്രോ ചെയ്ത് മുന്നോട്ട് വരുവാണ്. But just like നമുക്കിപ്പോൾ ഫിസിക്കലി നമുക്കൊരു അസുഖം വന്നാലും നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നു, ഡോക്ടറെ കാണുന്നു, അത് ക്യൂർ ആവുമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വരാലോ, അത് ചാൻസ് ഉണ്ട്, അത് തിരിച്ചു വരാം. അല്ലെങ്കിൽ എത്രയോ രോഗങ്ങൾ അങ്ങനെ വരുന്നുണ്ടല്ലോ.